വാർത്തയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. തിരുവനന്തപുരം കോസ്റ്റ് റിവ്യൂ ജനറൽ കൺവീനർ ശ്രീ എം ക്ലമൻസ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എം ക്ലമൻസ്, ഒരു വലിയ തട്ടിപ്പ്, ഒരു തൊഴിൽ തട്ടിപ്പ്, ഒരു സംവരണ ആനുകൂല്യത്തിനായുള്ള തട്ടിപ്പ്, ഇതെല്ലാം നടക്കുമ്പോൾ അതിൽ രൂപത അധ്യക്ഷന്മാരും ഇതിന് പിറകിൽ ഒത്താശ ചെയ്യുന്നു എന്നുള്ള ഒരു ആരോപണം എല്ലാം വരുമ്പോൾ വളരെ പ്രധാനമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം സാമൂഹ്യ നീതി ഇതിനകത്ത് നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ തന്നെ ഇതിൽ വാർത്ത കൊടുക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായിട്ടുള്ളവർക്കൊക്കെ മറ്റൊരു വഴിയുമില്ല, സ്വന്തമായി കടയൊക്കെ തുടങ്ങേണ്ട സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ കടക്കുന്നു. ലത്തീൻ സമുദായവുമായി ബന്ധപ്പെട്ട് ഈ തരത്തിൽ ഒരു വശത്ത് വലിയ തട്ടിപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സമുദായത്തിനകത്തുള്ളവർക്ക് കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടതിന് ഇത് ഒരു മതം മാറ്റത്തിനുള്ള ഒരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ നെയ്യാറ്റിൻകര രൂപത ഒരുപാട് പേര് ഇങ്ങനെ ലത്തീൻ കത്തോലിക്കർ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് യഥാർത്ഥ മുക്കുവർക്ക്, ലത്തീൻ കത്തോലിക്ക മുക്കുവർക്ക് കിട്ടാനുള്ള അവകാശം കുറെ കാലമായി എടുക്കുന്നുണ്ട്. ഇതിനെതിരെ പിന്നോക്ക വിഭാഗ കമ്മീഷനിലും കോശി കമ്മീഷനിലും വളരെ വ്യക്തമായി ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന മെമ്മോറാണ്ടങ്ങൾ നൽകുകയും അവരുടെ മുമ്പിൽ ഇതെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. അവരെല്ലാം ഈ കാര്യത്തിൽ തികഞ്ഞ ആത്മാർത്ഥതയോടെ ഇത് ശ്രമിക്കുകയും ഇത് ശരിയാണെന്ന് അഭിപ്രായപ്പെടുകയും ഉണ്ടായി. കാലാകാലങ്ങളായി 1947 എന്ന് പറയുന്ന ആ ഒരു കട്ട് ഓഫ് ഇയർ, അത് സർക്കാരിന്റെ തന്നെ ഏജൻസിയായ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഏജൻസി, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് അധികാരമുള്ള ഏജൻസിയാണ് ക്രിസ്താസിന്റെ ഡെഫിനിഷനുകൾ ലത്തീൻ കത്തോലിക്കൻ ആരാണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ദ ട്രഡീഷണൽ ഫിഷർമെൻ who were converted to Christianity before 1947 and their descendants alone are eligible for reservation in government job and educational concessions. ഇതിനെ ആർക്കും മറികടക്കാൻ പറ്റില്ല. പക്ഷെ 2010-ലും 2012-ലും അനാവശ്യമായ ചില രാഷ്ട്രീയ ഇടപെടലുകൾ മൂലം ബഹുമാന്യനായ നമ്മുടെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അദ്ദേഹത്തിന് മനസ്സോടെ വൈമനസ്യോടെ ചില തീരുമാനങ്ങൾ 2010-ലും 2012-ലും എടുക്കേണ്ടി വന്നു. അതിൽ മരിക്കുന്നവരായ അദ്ദേഹം ദുഃഖിതനായിരുന്നു എന്ന് പല പ്രാവശ്യം ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ ഇന്നും ആ 10-ലും 12-ലെയും സർക്കാർ ഉത്തരവിന്റെ മറവിൽ അനേകം പേർ അനർഹമായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരായി ഞങ്ങൾ വളരെ ചുരുക്കം ചിലർ സംഘടിച്ച് ഇതിനുവേണ്ടി പോരാടുമെങ്കിലും സഭയുടെ നേതൃത്വത്തിൽ നിന്നും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല. ഇതാണ് വാസ്തവം. ശ്രീ ക്ലെമൻസ്, ഇത് 2009-ൽ ഇത് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് വ്യാപകമായിട്ട് പരാതി ഉയരുകയാണ് എന്ന് അച്ചടി വകുപ്പിന്റെ ഡയറക്ടർ ഒരു പരാതി സർക്കാർ കൊടുക്കുകയാണ്. അപ്പൊ 2009 എന്ന് പറയുമ്പോൾ ഇത് തുടർ കാലഘട്ടങ്ങളിലെല്ലാം നടക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്ത് ഉത്തരവുകൾ വരുന്നു, അത് നേരെ വിപരീത ഫലം ചെയ്യുന്നു. മാറി മാറി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ വോട്ട് ബാങ്ക് പേടിച്ച് ഈ വിഷയത്തിനകത്ത് അനങ്ങുന്നില്ല എന്നുകൂടിയാണോ? തീർച്ചയായിട്ടും അത് തന്നെയാണ് കാര്യം. ലത്തീൻ കത്തോലിക്കന്റെ വോട്ട് ബാങ്ക് ഉദ്ദേശിച്ച് മാത്രമാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഞങ്ങളെ ഈ അനീതിക്കെതിരെ മുന്നോട്ട് വരാത്തത്. കാരണം അവർക്ക് ലത്തീൻ കത്തോലിക്കന്റെ വോട്ടും വേണം, നാടാരുടെ വോട്ടും വേണം. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അത് ആവശ്യമാണ്. ഞങ്ങൾ പല രാഷ്ട്രീയ പാർട്ടികളെ നേതാക്കളെ സമീപിച്ചു. ഇതിനൊരു പരിഹാരം കാണണം. ഈ അനീതി, ഈ സാമൂഹ്യ നീതിക്കെതിരായിട്ടുള്ള ഈ വഞ്ചന അവസാനിപ്പിക്കാൻ എന്താ നടപടി? ആരും മുകളിൽ വരുന്നില്ല, മുമ്പോട്ട് വരുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഒരു രാഷ്ട്രീയ നേതാവും ഇതിന് മുൻപോട്ട് വരാൻ സന്നദ്ധല്ല. കാരണം അവർക്ക് അവരെ വോട്ട് ബാങ്കാണ്. പക്ഷെ ലത്തീൻ കത്തോലിക്കന് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി നശിച്ചാൽ അവർക്ക് എന്താ കാര്യം? അവർക്ക് വോട്ട് കിട്ടണം. അവരുടെ രാഷ്ട്രീയ പാർട്ടി ഉള്ളെന്ന് നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു വേണ്ടിയിട്ട് ലത്തീൻ കത്തോലിക്കന്റെ മുക്കുവിന്റെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് അവന്റെ അവകാശ നിഷേധത്തിന് മുമ്പോട്ട് വരുന്നത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഈ പണം വാങ്ങിയും പള്ളികളിൽ പോയാൽ വികാരിയുടെ കത്ത്, അത് കഴിഞ്ഞിട്ട് ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ, അപ്പോ അങ്ങനെയുള്ള എല്ലാ പണത്തിന് വേണ്ടിയിട്ട് എന്നുള്ളൊരു ആരോപണം അല്ല.
അതാ സ്റ്റേറ്റ്മെന്റ് എനിക്ക് മുഴുവനും ചോദിക്കാൻ നിൽക്കില്ല. പണം വാങ്ങിക്കില്ല. അത് 10 രൂപ ഒരു സർട്ടിഫിക്കറ്റിന്റെ സർവീസ് ചാർജ് എന്ന നിലയ്ക്ക് വാങ്ങിക്കണം. അല്ലാതെ പിന്നെ വല്ല ഇടനിലക്കാരും വന്ന് കാശ് വാങ്ങിക്കുന്നതെന്ന് എനിക്കറിയില്ല. ബിഷപ്പ് ഹൗസിലും പള്ളിയിലും വെറും 10 രൂപ വാങ്ങിക്കാറുള്ളൂ. അതാ സർവീസ് ചാർജിന് മാത്രം. പിന്നെ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി കൊടുക്കാമെന്നും പറഞ്ഞ് ഇടനിലക്കാർ വരെ വാങ്ങിക്കുന്നുണ്ടറിയില്ല. പക്ഷെ അച്ഛന്മാരും ബിഷപ്പുമാരും അങ്ങനെ കാശ് വാങ്ങിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് വന്നിരിക്കുന്ന ചില ഉത്തരവുകളുണ്ടല്ലോ, ഈ 2012-ലും 2016-ലും ഒക്കെ വന്ന് ഈ ഉത്തരവുകൾ ഇതിൽ തീരുമാനമെടുക്കാനുള്ള എല്ലാ അധികാരങ്ങളും നെയ്യാറ്റിൻകര രൂപതാ ബിഷപ്പിന് തന്നെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആ ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. അവിടെ ഒരു വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? ഇതാണോ ഇതിന് അടിസ്ഥാന കാരണം? തീർച്ചയായിട്ടും ഞാൻ വ്യക്തമായി പറയാം. ആസ് പെർ കോൺസ്റ്റിറ്റ്യൂഷൻ റിസർവേഷൻ ഈസ് മെന്റ് ഫോർ കാസ്റ്റ്, നോട്ട് ഫോർ റിലിജൻ. സംവരണം ജാതിക്കാണ്, മതത്തിനല്ല. ഈ ജാതി സർട്ടിഫിക്കറ്റ്, ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കാനുള്ള സുപ്രീം അതോറിറ്റി റവന്യൂ അധികാരികളാണ്. ഒരു മതവിശ്വാസത്തിലെയും നേതാക്കൾക്ക് ജാതി സർട്ടിഫിക്കറ്റോ ഇൻകം സർട്ടിഫിക്കറ്റോ കൊടുക്കാൻ ഒരു ഭരണഘടനയിലും ഒരു സംസ്ഥാനത്തും ഇല്ല ഇന്ത്യയിൽ. ഇവിടെ തന്നെ എത്രയോ ഹിന്ദു, മുസ്ലിം, ഈഴവ, നായർ, ബ്രാഹ്മിൻ, ഇങ്ങനെ എത്രയോ ഒരു കമ്മ്യൂണിറ്റിക്കും ഇങ്ങനെ ഒരു ഗതികേടില്ല. പിന്നെ SNDP പോയി ഈഴവ സമയത്ത് SNDP സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ ഒരു വില്ലേജ് ഓഫീസറും പറയില്ല. അതുപോലെ നായർക്ക് NSSന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഒരു വില്ലേജ് ഓഫീസറും പറയില്ല. മുസ്ലിമിന് ജമാഅത്തിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്നാലും നിങ്ങൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് ഒരു വില്ലേജ് ഓഫീസറും പറയില്ല. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് മാത്രം ഈ ഒരു നിബന്ധന സർക്കാർ ഉണ്ടാക്കി വെച്ചു. ആ ദ്രോഹമാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ഇന്ന് അനുഭവിക്കുന്നത്. ശ്രീ ശ്രീ എം ക്ലമൻസ്, ഇതിനകത്ത് ഏത് തരത്തിലാണ് പ്രതിഷേധിക്കേണ്ടത്? ഈ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നവരാണ് പ്രതിഷേധിക്കേണ്ടത്. പക്ഷേ ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ശരിക്കും വിദ്യാഭ്യാസം തന്നെ ലഭിക്കുന്നവർ വളരെ കുറവാണുള്ളത്. അപ്പോൾ പിന്നെ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഈ വിഷയത്തിനകത്ത് നിയമപരമായി ചെയ്യാൻ കഴിയും? അതായത് ഞാൻ ഇതിനു വേണ്ടി കുറെ ശ്രമിച്ചതാണ്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് അവർക്ക് റിസർവേഷൻ എന്താണെന്ന് 4% നരേന്ദ്രൻ കമ്മീഷൻ എന്താണെന്നോ നെറ്റ്വർക്ക് കമ്മീഷൻ എന്താണെന്നോ അവരുടെ ആനുകൂല്യങ്ങൾ എന്താണോ അവർക്ക് കിട്ടേണ്ട, സർക്കാരിൽ നിന്ന് കിട്ടേണ്ട വിദ്യാഭ്യാസപരമായിട്ടും തൊഴിൽപരമായിട്ടും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ എന്തെന്നോ ഒരു വിവരവും ആ പാവപ്പെട്ട ജനങ്ങൾക്കില്ല. പക്ഷെ അവരെ ബോധ്യപ്പെടുത്തേണ്ട മതമേലധ്യക്ഷന്മാരും നേതാക്കളും അവരും മൗനം പാലിക്കുന്നു. ഈ ജനത കഷ്ടപ്പാടിന്റെ മാത്രം, അജ്ഞതയുടെ മാത്രം ആരിന് മുന്നോട്ട് വരും? സാമൂഹിക പ്രവർത്തകർ അല്ലാതെ വേറെ ആരും ഞാൻ കാണുന്നില്ല. കാരണം മതമേലധ്യക്ഷന്മാർ പോലും അവരെ ഇതിന് മുഖ്യധാരയിലേക്ക് ഈ വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ, ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ എന്താണ്, ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്, അതിന് ആരെയൊക്കെ സമീപിക്കണം, എങ്ങനെ നീങ്ങണം, ഇതൊന്നും അവരെ പഠിപ്പിക്കാനോ പറഞ്ഞു കൊടുക്കാനോ ആരും സാധിക്കുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരനുമില്ല. അതുകൊണ്ട് പൊതുജനങ്ങൾ, മീഡിയയും നിങ്ങളൊക്കെ തന്നെ വന്ന് പാവപ്പെട്ടവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു. 2026 അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ടും തീരദേശ മേഖലയുടെ വോട്ട് വളരെ നിർണായകമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. ഇത് ഏത് തരത്തിലേക്ക് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനുവേണ്ടി എന്തായിരിക്കും ചെയ്യുക? ഞാനിപ്പോ ഒരു രാഷ്ട്രീയ ചുവയോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ കഷ്ടപ്പെടുന്ന ഈ മത്സ്യത്തൊഴിലാളികൾ അവരെ ബോധവൽക്കരിക്കേണ്ട ചുമതല ആരെങ്കിലും ഏറ്റെടുത്തേ പറ്റൂ. മതമേലധ്യക്ഷന്മാരൊന്നും അത്ര ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ കുറെയൊക്കെ ട്രൈ ചെയ്ത് നോക്കി, അതിലൊന്നും സാധിക്കുന്നില്ല. ഈ പാവങ്ങൾ ഇങ്ങനെ തന്നെ മിക്കവാറും അജ്ഞതയിൽ MAയും MSCയും PhDയും ഡോക്ടറേറ്റും ഉള്ളവർക്ക് പോലും അവന് കിട്ടേണ്ട, സർക്കാരിന് കിട്ടേണ്ട ആനുകൂല്യം എന്താണെന്ന് അറിയില്ല. ഇന്നും കടപ്പുറത്തിലെ ആ കോസ്റ്റൽ മേഖലയിലെ വിദ്യാസമ്പന്നരായ പിള്ളേർക്ക് പോലും ഇന്നൊരു വഴി ഒന്നുകിൽ ദൈവം അവർക്ക് കൊടുക്കട്ടെ ജ്ഞാനം, ഇല്ലെങ്കിൽ ഈ മതമേലധ്യക്ഷന്മാർക്ക് ദൈവം കൊടുക്കട്ടെ. അല്ല ശ്രീ എം ക്ലമൻസ്, തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ മാത്രം കരുതിക്കൊണ്ട് ഇത് കൈവിട്ട് കളയാൻ കഴിയില്ലല്ലോ. ഇപ്പോ ഇതിങ്ങനെ മതം മാറ്റം അല്ലെങ്കിൽ ഈ ജാതി മാറിയതിനു ശേഷം തിരിച്ച് അതേ വിഭാഗത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചവർ പോയവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെയൊക്കെ വെളിപ്പെടുത്തലുകളുണ്ട്. അതൊക്കെ നിയമപരമായിട്ട് ഒരു പോരാട്ടത്തിന് സഹായമാവില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഒരു കാരണവശാലും ഈ സംവരണത്തിന് വേണ്ടിയിട്ട് മാത്രം ഈ മതം മാറ്റം പാടില്ല. സംവരണ വിശ്വാസമാണ്.
ആർക്കും യാതൊരു മതത്തിലും വിശ്വസിക്കാം. പക്ഷെ സംവരണത്തിന് വേണ്ടിയിട്ട് മതം മാറുകയോ മതവിശ്വാസം പ്രണയപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. അതിനെ പ്രോത്സാഹിപ്പിക്കാനും പാടില്ല ആരാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം കോസ്റ്റൽ വ്യൂ ജനറൽ കൺവീനർ എം ക്ലമൻസ് ആണ്. ഇത് പല